നമസ്കാരം. തത്കാൽ ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ ഈ ആധാർ വെരിഫിക്കേഷൻ നിർബന്ധമാക്കാൻ IRCTC ഒരുങ്ങുകയാണ്. ഈ മാസം അവസാനം പുതിയ സംവിധാനം ആരംഭിക്കുമെന്നാണ് സൂചന. തത്കാൽ ടിക്കറ്റുകളുടെ ദുരുപയോഗവും അതോടൊപ്പം തന്നെ തട്ടിപ്പും തടയുന്നതിനും ഇതുവഴി യഥാർത്ഥ യാത്രക്കാർക്ക് തത്കാൽ ടിക്കറ്റുകൾ ലഭ്യമാക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. ഇനി വരുന്നത് OTP വഴിയായിരിക്കും. അതായത് യാത്രക്കാരുടെ ഐഡന്റിറ്റി ഉറപ്പാക്കുന്നതിന് ആധാർ വെരിഫിക്കേഷൻ നടപ്പാക്കാൻ സെന്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റത്തിന് ചുമതല നൽകി മെയ് 27-ന് റെയിൽവേ മന്ത്രാലയം ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ആധാർ അധിഷ്ഠിത OTP നൽകുന്ന രീതിയായിരിക്കും അവതരിപ്പിക്കുക. കൗണ്ടർ വഴിയുള്ള തത്കാൽ ടിക്കറ്റുകൾ എടുക്കുന്നതിനും ആധാർ വെരിഫിക്കേഷൻ ആവശ്യമാണ്. ഇന്നലെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇതേക്കുറിച്ച് സമൂഹ മാധ്യമമായ എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. തത്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ ഈ ആധാർ വെരിഫിക്കേഷൻ ഉടൻ നടപ്പാക്കുമെന്നും ഇതുവഴി യഥാർത്ഥ ഉപഭോക്താക്കൾക്ക് കൺഫേം ടിക്കറ്റുകൾ നേടാനാകുമെന്നായിരുന്നു മന്ത്രിയുടെ കുറിപ്പ്. അവസാന നിമിഷം യാത്ര ചെയ്യേണ്ടവരെ ഉദ്ദേശിച്ചുള്ള തത്കാൽ ടിക്കറ്റുകൾ പലപ്പോഴും ഏജന്റുമാർ അന്യായമായി ബുക്ക് ചെയ്യുകയും പൂഴ്ത്തിവെക്കുകയുമാണ് ചെയ്യാറുള്ളത്. ഇത് ഒഴിവാക്കി ബുക്കിംഗ് സമയത്ത് യാത്രക്കാരുടെ ഡിജിറ്റലായി പരിശോധിച്ച് ഉറപ്പാക്കുകയാണ് പുതിയ സംവിധാനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. റെയിൽവേ മന്ത്രാലയം അടുത്തിടെ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ അനുസരിച്ച് 130 മില്യൺ സബ്സ്ക്രൈബർമാരാണ് IRCTCയുടെ വെബ്സൈറ്റിലുള്ളത്. ഇതിൽ 12 മില്യൺ സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് ആധാർ വെരിഫൈഡ് ആയിട്ടുള്ളത്. അതേസമയം പെട്ടെന്നുള്ള ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്ന പലരുടെയും പ്രശ്നമാണ് ടിക്കറ്റിനുള്ള പണം കണ്ടെത്തുക എന്നത്. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇന്ത്യൻ റെയിൽവേ ആവിഷ്കരിച്ച ഒരു സ്കീമുണ്ട്. എന്നാൽ ഈ പദ്ധതിയെക്കുറിച്ച് പലർക്കും വലിയ അറിവില്ല എന്നതാണ് സത്യം. ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്ത ശേഷം മാത്രം പണം അടയ്ക്കുന്നതാണ് ഈ സ്കീം. ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ അവതരിപ്പിച്ച പദ്ധതിയാണ് ഇ-പേ ലേറ്റർ. ഈ സ്കീം വഴി യാത്രക്കാർക്ക് പണം അടയ്ക്കാതെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും യാത്ര ചെയ്യാനും സാധിക്കും. 14 ദിവസത്തിന് ശേഷം മാത്രം പണമടച്ചാൽ മതിയാകും. അർത്ഥശാസ്ത്ര ഫിൻടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി സഹകരിച്ചാണ് റെയിൽവേ ഈ സേവനം ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇ-പേ ലേറ്റർ സംവിധാനം ലഭ്യമാണ്. മറ്റ് രീതികളെ അപേക്ഷിച്ച് കൂടുതൽ സുരക്ഷിതമാണ് ഈ സേവനമെന്നാണ് റെയിൽവേ പറയുന്നത്. ബുക്കിംഗിനായി കാർഡ് നമ്പറോ UPI നമ്പറോ നൽകേണ്ടതില്ല. നെറ്റ് ബാങ്കിങ്ങോ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ഇല്ലാതെ തന്നെ ഈ സംവിധാനം ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ സുരക്ഷാ പ്രശ്നം കുറവാണ്. ജനറൽ ടിക്കറ്റ്, തത്കാൽ ബുക്കിംഗ് എന്നിവയും ഇതുവഴി സാധിക്കുമെന്നാണ് റെയിൽവേ പറയുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.